ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് പ്രോൺസ് ബിരിയാണി വെക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം എഗ് ബിരിയാണി വെച്ച സമയത്ത് എനിക്ക് പ്രോൺസ് കിട്ടാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഇത്തവണ എനിക്ക് പ്രോൺസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വെക്കാം ഗൈസ്. ഞാനിപ്പോൾ വെള്ളം കുടിച്ചതിൻ്റെ ബലമാണ് നിങ്ങളെൻ്റെ ഉടുപ്പിൽ കാണുന്നത്. എന്തായാലും നമുക്ക് പ്രോൺസ് ബിരിയാണി വെക്കാൻ പോവാം ഗൈസ്. കമോൺ. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 സവാളയാണ്, ചെറിയ സവാളയാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും ഈ നാരങ്ങ അതിൽ പിഴിഞ്ഞ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ കൊഞ്ച് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ മസാല എല്ലാം സെറ്റ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഉരുളി വെച്ചതിന് ശേഷം ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ പ്രോൺസും ഇട്ട് കൊടുത്തിട്ടുണ്ട്, തിരിച്ചിട്ടിട്ടുണ്ട്. ആദ്യം കറിവേപ്പില ചേർക്കാൻ മറന്നുപോയി. ഇപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേവിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് കോരി മാറ്റാം. ഒരുപാടങ്ങ് ഒരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. അതായത് അതിൻ്റെ പേരെന്തായിരുന്നു? പെരുംജീരകം 2 ഗ്രാമ്പും പട്ടയല്ലേ, പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊരിച്ചുകൊണ്ടാണെന്നോ നടി പിടിച്ച്. നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം, സവാള. കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇളക്കി നമുക്ക് ഒന്ന് വാട്ടിയെടുക്കണം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം, ചതച്ചതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 ആഴ്ചത്തെ പ്ലാനിങ് ആണ് ഗൈസ് ഈ പ്രോൺസ് ബിരിയാണി. ഇനി നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഗൈസ്, എന്നത്തെയും പോലെ റൈസ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. റൈസ് കുക്കറിനകത്ത് ഇട്ടിട്ട് അത് ഞാൻ ഫസ്റ്റേ കാണിച്ചു തരാൻ മറന്നു ഗൈസ്. ഇനിയിപ്പോൾ ആ മസാല സെറ്റാകുമ്പോഴത്തേക്കും നമുക്ക് റൈസ് എടുത്ത് അതിലോട്ട് മിക്സ് ചെയ്താൽ മാത്രം മതിയാവും. ക്യാരറ്റും ബീൻസും ഈ റൈസ് ഇടുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഇട്ടാണ് വേവിച്ചെടുക്കുന്നത് ഗൈസ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. സെൻറ്ററിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇടുന്നത്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഫസ്റ്റ് കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഗരം മസാല, ഇനി കുറച്ച് ചിക്കൻ മസാല ഗൈസ്. നമുക്ക് പിന്നെ ചിക്കൻ മസാല ഇട്ടൊരു കളിയില്ലല്ലോ. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് നാരങ്ങയും കൂടെ സ്ക്വീസ് ചെയ്ത് ഒഴിക്കാം. അയ്യോ, അരി ഗുണമാലെടുക്കണം. ആ ചകത്ത് അരി കാണൂലെന്ന് ഗൈസ്, എന്നെ പറ്റിച്ചതിൻ്റെ അകത്ത് അരി ഇരിക്കുകയായിരുന്നു. നമുക്ക് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കാം, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മസാലയിലോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമുക്ക് തോന്നി ഗ്രേവിയിൽ ഇങ്ങനെ കിടക്കണം ഗൈസ്, അതാണ് ഒരുപാട് വറ്റിക്കാത്തത്. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റത്തെ ലെയറിട്ട് മല്ലിയിലയും പുതിനയിലയും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ മണ്ടയിൽ ബാക്കി റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇടാം ഗൈസ്. ഇത്ര നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് റൈസ് ഇട്ടത്. ഇനി അലങ്കാരപ്പണികളെല്ലാം കഴിഞ്ഞ് ഗൈസ്. ഇനി നമുക്ക് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആവിയേറ്റിയെടുക്കാം. അതല്ലേ അമ്മ? കഴിഞ്ഞ ദിവസം ഞാൻ വേവിച്ചെടുക്കാമെന്നാണ് ഗൈസ് പറഞ്ഞത്. അപ്പോൾ ഇനി സാലഡ് ഉണ്ടാക്കാം. കഴിഞ്ഞ ബിരിയാണി വെച്ച സമയത്ത് എനിക്ക് സാലഡ് ഇല്ലായിരുന്നു ഗൈസ്. സാലഡ് അതായത് തൈര് വാങ്ങിക്കാൻ മറന്നുപോയി. അപ്പം ചോപ്പറിലിട്ട് ക്യാരറ്റും ഉള്ളിയും മുളകും മല്ലിയിലയും കൂടി ഇട്ട് അടിക്കുകയാണ്. അതാണ് എളുപ്പം ഗൈസ്. നമുക്ക് ഒരുമിച്ച് പണി നമുക്ക് തീർക്കാം. ഗൈസ്, എൻ്റെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇത് കൂടിപ്പോയി ഗൈസ്, എങ്കിലും കുഴപ്പമില്ല. തൂനി ഒഴിച്ച് നമുക്ക് കുഴച്ച് കഴിക്കാം.
ഇനി അല്പം കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെക്കാം ഗൈസ്. കൂടെ കഴുകിയില്ലെങ്കിൽ ഇത് ഒരു കുന്നാവും ലാസ്റ്റ്. ഗൈസ് ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഗൈസ് ഇങ്ങനെ നമ്മളെ പ്രോൺസ് ബിരിയാണി സക്സസ്. പക്ഷെ ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇതിനകത്തുനിന്ന് പ്രോൺസ് കണ്ടുപിടിച്ചെടുക്കണം. ഇത് കുറച്ച് കിട്ടിയതാണ് നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ വെച്ചത്. ബാക്കിയൊക്കെ ഭാഗ്യം കണക്കിരിക്കും അമ്മ കിട്ടുന്നത്. ഭാഗ്യം അനുസരിച്ച് നമുക്ക് കിട്ടും ഗൈസ്. ഇനി എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെന്ന് ഈ ബിരിയാണി വാഴയിലാക്കി പൊതിഞ്ഞ് തിന്നാനാണ് എൻ്റെ പ്ലാൻ. അത് ഞാൻ പോയി വാഴയിലൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. ഞാൻ എൻ്റെ പൊതി ആക്രാന്ത് പിടിച്ച് തുറന്നപ്പോഴത്തേക്കും അടിയിൽ നിന്ന് പൊട്ടിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വാഴയില പൊതിഞ്ഞ പ്രോൺസ് ബിരിയാണി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ബാക്കിന് വെള്ളമൊക്കെ വരുന്നു ഗൈസ്. ഞാൻ സാലഡ് സൈഡിൽ ഒഴിച്ചു, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെള്ളം വരുന്നു. കൊള്ളാം, സൂപ്പർ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മയുടെ മെയിൻ പരിപാടി വേറെ ഒന്നുമല്ല, ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായി കഴിക്കും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഗൈസ്. ഓരോ ദിവസവും എന്തെങ്കിലും വെറൈറ്റിയൊക്കെ ട്രൈ ചെയ്യും. ഇനി എനിക്ക് കൂടുതൽ വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്തായാലും ഞാൻ ചെയ്യുന്നതെല്ലാം ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും.